13 സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസിന്റെ പിടിവാശി. നിർണായക ഇടതുമുന്നണി യോഗം ഇന്ന്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ നിർണായക ഇടതുമുന്നണി യോഗം ഇന്ന് ചേരും. വൈകിട്ട് 3-ന് AKG സെന്ററിലാണ് യോഗം. മുന്നണിയിലെ സീറ്റ് വിഭജനം എത്രയും വേഗം പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം. 13 സീറ്റ് വേണമെന്ന കടുത്ത നിലപാടിലാണ് കേരള കോൺഗ്രസ് എം. എന്നാൽ 12 സീറ്റ് നൽകാമെന്നാണ് CPM അറിയിച്ചിട്ടുള്ളത്. സ്ഥാനാർത്ഥി പട്ടിക അന്തിമമാക്കുന്നതിനായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. മുൻമന്ത്രി KK ശൈലജയെ മട്ടന്നൂരിന് പകരം പേരാവൂരിൽ മത്സരിപ്പിക്കാൻ ഇന്നലെ ചേർന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തീരുമാനമായിരുന്നു. സ്പീക്കർ ഷംസീറിനും ഇത്തവണ സീറ്റില്ല. പകരം തലശ്ശേരിക്കാരനായ രാജന്റെ പേരാണ് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുള്ളത്. തളിപ്പറമ്പിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിക്കാനാണ് CPM കണ്ണൂർ ജില്ലാ നേതൃത്വം തീരുമാനിച്ചത്. ഇക്കാര്യവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് പരിഗണിക്കും. സെക്രട്ടേറിയറ്റ് അംഗമായ M സ്വരാജ് സ്ഥാനാർത്ഥിയാകണമെന്ന് ആവശ്യപ്പെട്ട് 3 ജില്ലാ കമ്മിറ്റികൾ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിലും പാർട്ടി തീരുമാനമെടുത്തേക്കും. പുതുമുഖങ്ങളെ മത്സരിപ്പിക്കണമോ എന്നതിൽ CPIയുടെ നേതൃയോഗവും ഇന്ന് അന്തിമ തീരുമാനമെടുത്തേക്കും. പാർട്ടിയുടെ 4 മന്ത്രിമാരെയും വീണ്ടും സ്ഥാനാർത്ഥിയാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ 3 തവണ MLA ആയവരെ മുഴുവൻ മാറ്റി നിർത്തി പുതിയവർക്ക് അവസരം നൽകാനും ധാരണയായി. PS സുബാൽ, GS ജയലാൽ അടക്കമുള്ളവർക്ക് സീറ്റ് ലഭിക്കില്ല എന്നാണ് സൂചന.